ഒന്നര നൂറ്റാണ്ടിന് മുൻപുള്ള മലയാളിയുടെ തീന്മേശ പുനരാവിഷ്കരിച്ച് മുളന്തുരുത്തി മാർത്തോമൻ പള്ളി 27 നടക്കുന്ന മലങ്കര നസ്രാണി പള്ളി യോഗത്തിനോടനുബന്ധിച്ചാണ് പഴമയുടെ രുചിക്കൂട്ടുമായി വേറിട്ട ഓണവിഭവങ്ങൾ ഒരുക്കിയത്. ഇടവകയിലെ വീടുകളിൽ പാകം ചെയ്ത വിഭവങ്ങളാണ് സ്റ്റാളിൽ പ്രദർശിപ്പിച്ചത്. പഴമയുടെ ഗൃഹാതുര ഓർമ്മകൾ ഉണർത്തുന്ന ഓലമേഞ്ഞ അടുക്കള, 150 വർഷം പഴക്കമുള്ള അടുക്കള ഉപകരണങ്ങൾ, 150 തരം ഭക്ഷണ വിഭവങ്ങൾ. അന്നത്തെ കൃഷി ഉപകരണങ്ങളും ആമാടപ്പെട്ടികളും എല്ലാം അണിനിരന്നപ്പോൾ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഹെറിറ്റേജ് എക്സിബിഷൻ പുതിയ തലമുറയ്ക്ക് കൗതുകമായി. ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായി മലയാളികൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണ വിഭവങ്ങൾ, പഴങ്കഞ്ഞി മുതൽ പുതിയ തലമുറ കണ്ടിട്ടില്ലാത്ത വിഭവങ്ങൾ പോലും ഈ തീന്മേശയിൽ ഇടം പിടിച്ചു. 23 എണ്ണപ്പലഹാരങ്ങൾ, 5 ഇനം ചമ്മന്തി, 25 തരം വെജിറ്റബിൾ കറികൾ, 15 മീൻ വിഭവങ്ങൾ, 10 ഇനം മുട്ട വിഭവങ്ങൾ, 15 മാംസ വിഭവങ്ങൾ, ആവിയിൽ പുഴുങ്ങി ഉപയോഗിക്കുന്ന വിഭവങ്ങൾ, 50 ഇനം അച്ചാറുകൾ നിരത്തിയ തട്ടിലേക്ക് നോട്ടമിട്ടവർ നിരവധിയാണ്. ഉപ്പിലിട്ടതെല്ലാം വേറെയും. ചക്കയും പേരക്കയും ഞാവലുമൊക്കെ പഴങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. ഇതിനു പുറമെ വിവിധ ചേമ്പിനങ്ങളും, ഊരാളിച്ചേമ്പും പിടിയും ഒരപ്പവും പാൽക്കഞ്ഞിയും. അങ്ങനെ പഴയ കാലത്തെ രുചിയോർമ്മകളുടെ തനി നാടൻ ആവിഷ്കാരം. കണ്ടാൽ തന്നെ വയറും മനസ്സും നിറയും. മുളന്തുരുത്തി സുന്നഹദോസിന്റെയും മലങ്കര സഭയിലെ ആദ്യ മുറോൻ കൂദാശയുടെയും 150-ാം വാർഷിക വേളയിലാണ് ഈ വേറിട്ട രുചിയാത്ര. ഓണസദ്യ പോലും ഇൻസ്റ്റന്റ് ആകുന്ന കാലത്ത് പുതിയ തലമുറയ്ക്ക് പഴയ കാലത്തെ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് സഭാതലവൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പറഞ്ഞു. 150ഓളം നമ്മുടെ സാധാരണ ഭക്ഷണ സാധനങ്ങൾ ഈ കേരളത്തിൽ നമുക്ക് ലഭിക്കാവുന്നതായ എല്ലാ കിഴങ്ങുവർഗ്ഗങ്ങളും അതുപോലെ തന്നെ മറ്റ് ഭക്ഷ്യസാധനങ്ങൾ ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് പല പല വിഭവങ്ങൾ എല്ലാവർക്കും രുചിച്ചു നോക്കാൻ സാധിക്കുന്ന രീതിയിൽ ഉള്ള വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇതൊരു വലിയ അത്ഭുതമാണ്, വലിയൊരു അലങ്കാരമായി തീർന്നിരിക്കുന്നു. ഭക്ഷ്യവകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഇടവകയിലെ വീടുകളിൽ പാകം ചെയ്ത വിഭവങ്ങളാണ് സ്റ്റാളിൽ പ്രദർശിപ്പിച്ചത്. പഴമയുടെ രുചിയൂറുന്ന വിഭവങ്ങൾ ഇടവക അംഗങ്ങൾ തന്നെ ലേലം വിളിച്ച് സ്വന്തമാക്കി. ന്യൂസ് മലയാളം, കൊച്ചി.